അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത ദുറൂസുൽ ഇസ്ലാമിന്റെ വർക്ക് ബുക്കിന്റെയും 3ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഹുക്കൂമത്തുൽ മുസ്ലിമീന ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. 1000 വർഷത്തോളം മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിക്കുകയുണ്ടായി. ഈ ഭരണത്തിൽ ചെറിയ ചെറിയ ഭരണകൂടങ്ങളും വലിയ രാജവംശങ്ങളും പങ്കാളികളായി. നിരവധി നാട്ടുരാജ്യങ്ങളും പരസ്പര കലഹങ്ങളുമായി കഴിഞ്ഞിരുന്ന ഇന്ത്യയെ ആദ്യമായി ഏകോപിപ്പിച്ചത് മുസ്ലിങ്ങളാണ്. അവരുടെ കൂട്ടത്തിൽ പുറത്തുനിന്ന് വന്ന രാജാക്കൾ ഇന്ത്യയെ സ്വന്തം നാടായി കണ്ട് ഇവിടെ സ്ഥിരതാമസമാക്കുകയും അതിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്തു. തൽഫലമായി രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരോഗതി നേടി. ഇസ്ലാമിക പ്രചാരണങ്ങൾ തുടങ്ങി അധികം വൈകാതെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഭരണവും തുടങ്ങി. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം അറക്കൽ രാജകുടുംബത്തിൻ്റെതാണെന്ന് കരുതപ്പെടുന്നു. ചേരമാൻ പെരുമാളിന്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി അഥവാ മഹാബലി ഹിജ്റ 64 ഇസ്ലാം സ്വീകരിച്ചു. ഇദ്ദേഹമാണ് അറക്കൽ ഭരണകൂടം സ്ഥാപിച്ചത്. മലബാറിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആദിരാജ എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. പ്രതാപകാലത്തവർ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുരുമുളക്, ഏലം തുടങ്ങിയവ കയറ്റയക്കുകയും വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ലക്ഷദ്വീപും മാലദ്വീപും അവരുടെ ഭരണത്തിൽ വന്ന കാലമുണ്ടായിരുന്നു. അധിനിവേശ ശക്തികളെ പ്രതിരോധിക്കുന്നതിൽ മഹത്തായ സേവനം ചെയ്ത അറക്കൽ കുടുംബത്തിൽ അവസാനത്തെ രാജാവ് ബ്രിട്ടീഷുകാരാൽ കൊല ചെയ്യപ്പെട്ടതോടെ ഈ കുടുംബത്തിന്റെ രാജവാഴ്ച അവസാനിച്ചു. വടക്കേ ഇന്ത്യയിൽ മുസ്ലിം ഭരണം ആരംഭിക്കുന്നത് പിന്നീടാണ്. ഹിജ്റ 90 അഥവാ ക്രിസ്താബ്ദം 709 ഇറാഖ് ഭരണാധികാരി ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ഖാസിം സഖഫി സിന്ധ് ആക്രമിച്ചു. ഉമവി ഖലീഫക്ക് ശ്രീലങ്കൻ രാജാവ് അയച്ച പാരിതോഷങ്ങൾ അടങ്ങിയ കപ്പൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോവുകയും അവയിലുണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇവരെ മോചിപ്പിക്കണമെന്ന ഹജ്ജാജിന്റെ ആവശ്യം സിന്ധിലെ രാജാവ് തള്ളിയ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം. രാജാവ് വധിക്കപ്പെടുകയും സിന്ധ് ഉമവി ഭരണത്തോട് ചേർക്കപ്പെടുകയുമുണ്ടായി. ഇത് ഉമവി ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്താണ്. തുടർന്ന് അബ്ബാസി കാലത്ത് കശ്മീരും മുൽത്താനും കണ്ടഹാറും മുസ്ലിം ഭരണത്തിന് കീഴിലായി. പിൽക്കാലത്ത് മഹ്മൂദ് നേതൃത്വത്തിൽ ഹൊസനി സൽത്തനത്തും ഹിജ്റ 392, പിന്നീട് ഗോരികളും ഹിജ്റ 552, അടിമവംശവും ഹിജ്റ 602, ഖിൽജികളും ഹിജ്റ 689, തുഗ്ലക്കുകളും ഹിജ്റ 720, സയ്യിദ് വംശവും ഹിജ്റ 815, ലോധികളും ഹിജ്റ 855, മുഗളന്മാരും ഹിജ്റ 932 മാറി മാറി ഇന്ത്യ ഭരിച്ചു. ഇതിൽ ഏറ്റവും വലുതും കൂടുതൽ കാലം ഭരിച്ചതും അഥവാ 342 വർഷം മുഗളന്മാരാണ്. മുസ്ലിം ഭരണം ആദ്യം ലാഹോർ ആസ്ഥാനമായും ശേഷം ഡൽഹി ആസ്ഥാനമായും നടന്നു. പിന്നീട് ബീഹാറ്, ബംഗാള്, ഗുജറാത്ത് എന്നിവിടങ്ങളിലും വിവിധ മുസ്ലിം ഭരണകൂടങ്ങൾ ഭരണം നടത്തി. ഇന്ത്യയിലെ മുസ്ലിം ഭരണം അവസാനിക്കുന്ന ക്രിസ്താബ്ദം 1857 ഇതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പം പരസ്പര ആക്രമണവുമാണ് അവയിലൊന്ന്. ഇത് മുതലെടുത്ത് ബ്രിട്ടീഷുകാർ ഓരോ ഭരണകൂടങ്ങളെയും കീഴടക്കിക്കൊണ്ടിരുന്നു. ഏകോപിച്ചവർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ചില രാജാക്കന്മാരുടെ ശ്രമങ്ങൾ വിജയം കണ്ടതുമില്ല. മൈസൂർ സുൽത്താൻ ടിപ്പു ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയ ഉദാഹരണമാണ്. ഒരു ദിവസം സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് 100 ദിവസം കുറുക്കനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് പ്രഖ്യാപിച്ച് പോരാടിയ അദ്ദേഹം അവസാനം പോർക്കളത്തിൽ ഷഹീദായി വീണു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ പ്രയാസങ്ങൾ നേരിടാതെ ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് മുസ്ലിങ്ങൾക്കാണ്. ഇത് അവരെ സമരമുഖത്തെത്തിച്ചു. 1887 മുഗൾ രാജാവ് സിറാജുദ്ദീൻ ബഹദൂർ ഷായുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സംഘടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ആരംഭിച്ചു. ഇത് 1ാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നു. സമരം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ ബഹദൂർ ഷായെ ബർമയുടെ തലസ്ഥാനമായ റങ്കൂണിലേക്ക് നാടുകടത്തി. അതോടെ മുസ്ലിങ്ങളുടെ ഇന്ത്യയിലെ ഭരണം അവസാനിച്ചു. ഒരു ദുആ നോക്കൂ. അല്ലാഹുമ്മ സിദ്നാ വലാ തൻഖുസ്നാ
വഅക്രിംന വലാ തുഹിന്ന വഅതീന വലാ തഹ്രിംന. ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണമേ, ഞങ്ങൾക്ക് നീ കുറവരുത്തരുതേ, ഞങ്ങളെ നീ ആദരിക്കണേ, ഞങ്ങളെ നീ അപമാനിക്കരുതേ, ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളെ നീ തടയരുത് എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി നമുക്ക് വർക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? അലാമ ടിക്ക് ചെയ്യാനാണ്. ചേരമാൻ പെരുമാളിന്റെ സഹോദരി പുത്രൻ ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റ 42, ഹിജ്റ 84, ഹിജ്റ 64. ഉത്തരം ഹിജ്റ 64. രണ്ടാമത്തത്, കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണകൂടം മുഗളന്മാർ, ഗോരികൾ, ലോധികൾ. ആരാണ്? മുഗളന്മാർ. 3, ഇന്ത്യയിൽ മുസ്ലിം ഭരണം അവസാനിച്ചു. ക്രിസ്താബ്ദം 1418, ക്രിസ്താബ്ദം 1857, ക്രിസ്താബ്ദം 1588. ഉത്തരം ക്രിസ്താബ്ദം 1857. നാലാമത്തത്, ബ്രിട്ടീഷുകാർ ബഹദൂർ ഷായെ നാടുകടത്തി. കശ്മീരിലേക്ക്, ശ്രീലങ്കയിലേക്ക്, റങ്കൂണിലേക്ക്. ഉത്തരേതാ? റങ്കൂണിലേക്ക്. അഞ്ചാമത്തത്, മുഗളന്മാർ ഇന്ത്യ ഭരിച്ചു 342 വർഷം, 923 വർഷം, 815 വർഷം. ഉത്തരേതാണ്? 342 വർഷം. സെക്കൻഡ് ആക്ടിവിറ്റി നുക്മിൽ പൂരിപ്പിക്ക. 1, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം അറക്കൽ രാജകുടുംബത്തിൻ്റെതായിരുന്നു. ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടന്നത് ആദ്യം ലാഹോർ ആസ്ഥാനമായാണ്. മൂന്നാമത്തത്, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 1000 വർഷത്തോളം ഭരണം നടത്തി. നാലാമത്തത്, അടിമവംശം ഇന്ത്യ ഭരിച്ചത് ക്രിസ്താബ്ദം 1200 മുതലാണ്. അടിമവംശം ഇന്ത്യ ഭരിച്ചത് ക്രിസ്താബ്ദം 1206 മുതലാണ്. അഞ്ചാമത്തത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ക്രിസ്താബ്ദം 1857. ഇനി തേർഡ് ആക്ടിവിറ്റി ചോദ്യം 1. തേർഡ് ആക്ടിവിറ്റി നുജീബ് ഉത്തരയിത. ചോദ്യം 1, ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയപ്പെടുന്നു. ഏതിന്? 1857 മുഗൾ രാജാവ് സിറാജുദ്ദീൻ ബഹദൂർ ഷായുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സംഘടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ആരംഭിച്ചു. ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചോദ്യം 2, ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തിയതിന്? അതിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി. ചോദ്യം 3, മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യ പുരോഗതി നേടി ഏതെല്ലാം മേഖലകളിൽ? രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായും. നാലാമത്തെ ചോദ്യം, അറക്കൽ രാജാവിന് ആദ്യ രാജ എന്ന പേര് ലഭിക്കാൻ കാരണം? മലബാറിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആദ്യ രാജ എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. അഞ്ചാമത്തെ ചോദ്യം, അറക്കൽ രാജഭരണം അവസാനിച്ചതപ്പോൾ? അറക്കൽ കുടുംബത്തിൽ അവസാനത്തെ രാജാവ് ബ്രിട്ടീഷുകാരാൽ കൊല ചെയ്യപ്പെട്ടതോടെ. ആറാമത്തെ ചോദ്യം, മുഹമ്മദ് ഖാസിമു സഖഫി സിന്ധ് ആക്രമിക്കാൻ കാരണമെന്ത്? ഉമവി ഖലീഫക്ക് ശ്രീലങ്കൻ രാജാവയച്ച പാരിതോഷികങ്ങൾ അടങ്ങിയ കപ്പൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോവുകയും അവയിലുണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇവരെ മോചിപ്പിക്കണമെന്ന ഹജ്ജാജിന്റെ ആവശ്യം സിന്ധിലെ രാജാവ് തള്ളിയ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം. ഏഴാമത്തത്, ഇന്ത്യയിൽ മുസ്ലിം ഭരണം അവസാനിക്കാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഭിന്നിപ്പും പരസ്പരാക്രമണവുമാണ്. ഇനി നോക്കൂ, നാലാമത്തെ വർക്ക് തഖ്സീസ്. ഇന്ത്യ ഭരിച്ച പ്രധാന മുസ്ലിം ഭരണകൂടങ്ങളുടെ പേരും വർഷവും അടങ്ങുന്ന പട്ടിക തയ്യാറാക്കി. അറക്കൽ രാജ ഹിജ്റ 64, ഗസ്നി സൽത്തനത്ത് ഹിജ്റ 392, ഗോരികൾ ഹിജ്റ 582, അടിമവംശം ഹിജ്റ 602, ഖിൽജികൾ 689, തുഗ്ലക്കുകൾ ഹിജ്റ 720, സയ്യിദ് വംശം ഹിജ്റ 815, ലോധികൾ ഹിജ്റ 855, മുഗളന്മാർ ഹിജ്റ 932 ആണ് ഇതിന്റെ പട്ടിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.